Good morning. Today we can discuss verification of capital and liabilities. Okay, അപ്പോൾ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ദേ ആർ ദ ലീഗൽ ഓബ്ലിഗേഷൻസ് ഓഫ് ദി ബിസിനസ് ടു തേർഡ് പാർട്ടീസ്. അപ്പം ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്, അതായത് ക്രെഡിറ്റേഴ്സ് വരും, ദെൻ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് എക്സെട്ര. അപ്പം ഇഫ് ലയബിലിറ്റീസ് ആർ നോട്ട് പ്രോപ്പർലി വെരിഫൈഡ് ആൻഡ് വാല്യൂഡ്, the balance sheet will not show the true and fair view of the state of affairs of the concern. So the main objective of verification is to ensure that all liabilities are properly disclosed, valued and classified and presented in the balance sheet. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലയബിലിറ്റീസ് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത്. യു ഹാവ് ഓൾറെഡി ലേൺ, അതായത് ക്യാപിറ്റൽ ഉണ്ടാവും, പിന്നെ ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഡിബെഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ് എക്സെട്ര. ദെൻ കറൻറ്റ് ലയബിലിറ്റീസ് ഏതെല്ലാം വരും, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഇത് കൂടാതെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുകയും ചെയ്യും ബാലൻസ് ഷീറ്റിൽ. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, അപ്പം വൈൽ വെരിഫൈയിങ് the liability side of balance sheet, auditors should have to examine and see that all liabilities have been clearly stated in the liability side of the balance sheet. Then they are all relates to the business itself. എന്താണെങ്കിലും അസറ്റ് ആണെങ്കിലും ലയബിലിറ്റി ആണെങ്കിലും വെരിഫൈ ചെയ്യുന്ന സമയത്ത് എല്ലാം എടുത്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും ബിസിനസ്സിൻ്റെ തന്നെയാണ്, ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ തന്നെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. They are all correct and authorized by responsible official and they are shown in the balance sheet at their actual figures. This is the duty of the auditor. അതായത് auditor should see that all these things. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, വെരിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ ഇയർ ആൻഡ് എൻഷുർ ദാറ്റ് ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഇസ് കറക്റ്റ്. ഇനിയിപ്പം പലതരത്തിലുള്ള ബിസിനസ് കൺസേൺസ് ഉണ്ട്, അതായത് സോൾ ട്രേഡർ ഉണ്ടാവാം, പിന്നെ അതേപോലെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും, പിന്നെ കമ്പനി ഫോം ഉണ്ടാവും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് സോൾ ട്രേഡർ, എക്സാമിൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് എനി അഡീഷണൽ ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ആൻഡ് ബോറോയിങ്സ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഷുഡ് ബി വെരിഫൈഡ് വിത്ത് ദ എൻട്രീസ് ഇൻ ദ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടത് എന്ന് പറയുന്ന, ഓഡിറ്റർ ഷുഡ് എക്സാമിൻ provisions in the partnership deed relating to contribution of capital, sharing of profit, interest on capital, drawings by partners, etc. ഇനി കമ്പനീൻ്റെ കേസിലാണെങ്കിലോ, ഇൻ ദ കേസ് ഓഫ് എ കമ്പനി, വൈൽ വെരിഫൈയിങ് അഡീഷണൽ ക്യാപിറ്റൽ ഇഷ്യൂ ഡ്യൂറിങ് ദ ഇയർ, the auditor should see that all the provisions in the Companies Act, memorandum and articles have been compiled with. So ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, if shares are issued for cash or for the purchase of any asset, ചിലപ്പം പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. ആ പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടോ, അത് ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ ഡയറക്ടേഴ്സ് എംപ്ലോയീസിനൊക്കെ ഷെയർസ് ഗ്രാൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സീ ദാറ്റ് ദ ടേംസ് ഓഫ് ഇഷ്യൂ ഓഫ് ഓപ്ഷൻ ഷെയർസ് have been complied with. ഇനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദാറ്റ് ദ പ്രൊവിഷൻസ് ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്സ് ആർ കംപ്ലൈഡ് വിത്ത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഡിറ്റ് ആണെങ്കിൽ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ടു സീ വാട്ട് ഈസ് ദ മാക്സിമം ക്യാപിറ്റൽ ആൻഡ് അതായത് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് നോക്കുക. യു ഷുഡ് ഓൾസോ ചെക്ക് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. പിന്നെ ക്യാഷ് ബുക്ക്, പാസ്ബുക്ക്, മിനിറ്റ്സ് ബുക്ക് ഒക്കെ ശ്രദ്ധിക്കണം. അതായത് ടു ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഓഫ് ഷെയർസ് ആൻഡ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഇഷ്യൂഡ്, ദി എമൗണ്ട് കളക്റ്റഡ് ഓൺ ഈച്ച് ഷെയർ, ദ ബാലൻസ് ഡ്യൂ ഫ്രം ദി ഷെയർ ഹോൾഡർ ഇൻ റെസ്പെക്ട് ഓഫ് കോൾസ് എക്സെട്ര. ഈ സബ്സിക്വൻറ്റ് ഓഡിറ്റ് ആണെങ്കിൽ, ഫസ്റ്റ് ഓഡിറ്റ് ആണെങ്കിൽ ഇത് മൊത്തം ചെക്ക് ചെയ്ത് ഇങ്ങനെ പോകണം. സബ്സിക്വൻറ്റ് ഇയേഴ്സ്, അതായത് വൈൽ ഓഡിറ്റിംഗ് such firms in second year or in subsequent years, normally in case of subsequent years the share capital would be the same as in the previous year unless the company has made any
alteration in the capital clause. If he come across any change, he should see that the relevant provisions of section 94, 95, 100 പിന്നെ അതേപോലെ 100 to 105 of Companies Act have been duly complied with. അതായത് നമ്മൾ കമ്പനി ലോയിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത്. അപ്പോൾ അതെല്ലാം അനുസരിച്ചിട്ടാണോ ഓൾട്ടർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ദെൻ സെക്കൻഡ് ഐറ്റം റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പോൾ റിസർവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓർ റെസിപ്റ്റ് ഓഫ് സ്പെഷ്യൽ നേച്ചർ സെറ്റ് എ പാർട്ട് ബൈ എ ബിസിനസ് ഫോർ ജനറൽ ഓർ സം സ്പെസിഫിക് പേർപ്പസ്. അപ്പം അതിന് നമ്മൾ സാധാരണ ഓൺ ഫണ്ടിൻ്റെ കൂട്ടത്തിലാണ് വെക്കാറ്. അപ്പോൾ ഓഡിറ്റ് ഷുഡ് എക്സാമിൻ ദ നേച്ചർ ഓഫ് റിസർവ്, അതേപോലെ എമൗണ്ട് ബ്രോട്ട് ഫോർവേഡ് ഫ്രം പ്രീവിയസ് ഇയർ, ട്രാൻസാക്ഷൻസ് ഇൻ റിസർവ് അക്കൗണ്ട് ഡ്യൂറിങ് ദ ഇയർ ആൻഡ് ദ ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ the directors of a company determine the amount of reserves and funds to be created, taking into account എന്താ പറയുക the circumstances of the business. അപ്പോൾ the reserves and funds are to be shown on the liability side of the balance sheet with footnote. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ വർഷം എന്തെങ്കിലും റിസർവ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി വെരിഫൈഡ് വിത്ത് റെസൊല്യൂഷൻ ഓർ മാനേജ്മെൻറ്റ് ഡിസിഷൻ ഫോർ ക്രിയേറ്റിംഗ് റിസർവ്സ്. അതുമായിട്ട് ചെക്ക് ചെയ്യുക. അതേപോലെ റിസർവ്സ് ആർ റവന്യൂ റിസർവ്സ് ആർ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് otherwise available for distribution as dividend. Where reserves are created to comply with legal requirements, അതായത് capital redemption reserve, revaluation reserve, etc. It should examine the legal provisions concerned and ensure that the statutory requirements have been complied with. അപ്പോൾ ഏതാണ് നേച്ചർ ഓഫ് റിസർവ് എന്നുള്ളത് നോക്കുക. അതിനനുസരിച്ചിട്ട് എന്താ പറയുക ലീഗൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ലീഗൽ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഓഡിറ്റ്. നെക്സ്റ്റ് ഐറ്റം വെരിഫിക്കേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ദേ ആർ ലോങ് ടേം ബോറോയിങ്സ് മെയ്ഡ് ബൈ ദി ക്ലയൻറ്റ് റീപേയബിൾ ഓൺ മെച്യൂരിറ്റി. അപ്പോൾ ഓഡിറ്റർ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഹി ഷുഡ് എക്സാമിൻ ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് വിത്ത് ദ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ. അതേപോലെ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സും ചെക്ക് ചെയ്യുക. അപ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഓഡിറ്റേഴ്സ് ഷുഡ് വെരിഫൈ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി ആൻഡ് ascertain the power of the company to issue debentures. Then he should verify the debenture trust deed to verify the amount of debentures issued and securities offered. Then he should enquire as to what arrangement has been made for redemption. Then if debentures are issued at premium or at discount, he should see that the debenture premium and discount are properly dealt with in the books of account. Then he should verify register of charges അല്ലെങ്കിൽ register of debenture holders to see that debentures shown in the balance sheet agree with the debentures recorded in the books of accounts. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ഐറ്റം വെരിഫിക്കേഷൻ ഓഫ് ലോങ് ടേം ലോൺസ്. അപ്പോൾ ലോങ് ടേം ലോൺസിൽ ഏതൊക്കെ വരും? മോർഗേജ് ലോൺ ഉണ്ടാവും, ലോൺസ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ ഉണ്ടാവും. ഇത് ഷുഡ് ബി വെരിഫൈഡ് വിത്ത് ദി ലോൺ അഗ്രിമെൻറ്റ് ആൻഡ് അതർ സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ്. അതായത് ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ലോൺ ഇഫ് എനി. ഇനിയും അടച്ചു തീർക്കാനുണ്ടോ, നിലവിൽ ഈ ലോൺ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കറസ്പോണ്ടൻസസ്, കോൺട്രാക്ട് ആൻഡ് ഡയറക്ടേഴ്സ് മിനിറ്റ്സ് ബുക്കൊക്കെ വെച്ചിട്ട് ഇതാക്കാം. ഇത് ഓഡിറ്റർ ഷുഡ് ascertain the term of loan, amount of loan, period and nature of loan, etc. by referring to loan agreement. Should also confirm the balances of unpaid loans directly from the creditors of the company with the permission of his client. In case of loans or overdraft taken from a bank, agreement with the bank and certificate to that effect should be obtained and examined. പിന്നെ ശ്രദ്ധിക്കേണ്ടത് the auditor should see whether the interest due has been paid or not. അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ he should see whether the same has been clearly shown in the shown as a liability. ഇനി ജോയിൻറ്റ് സ്റ്റഫ് കമ്പനി ആണെങ്കിൽ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദ ബോറോയിങ് പവേഴ്സ് ഓഫ് ദി കമ്പനി ആൻഡ് ഓൾസോ ദ രജിസ്റ്റർ ഓഫ് ചാർജസ് ആൻഡ് സീ ദാറ്റ് ദ ചാർജ് ക്രിയേറ്റഡ് ഹാസ് ബീൻ രജിസ്റ്റേർഡ് വിത്ത് ദ രജിസ്ട്രാർ.
ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ഹാസ് ബീൻ അതായത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അപ് ടു ഡേറ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തി എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇഫ് നോട്ട് ഹി ഷുഡ് സീ ദാറ്റ് എമൗണ്ട് ഡ്യൂ ഇസ് റെക്കോർഡഡ് ആസ് അൺപെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. അതായത് ഇൻട്രസ്റ്റ് കൊടുത്താലും അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ നോക്കുക, കൊടുത്തിട്ടില്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റേഴ്സ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ്നെസ് ഓഫ് ലയബിലിറ്റീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കറക്റ്റ്നെസ് ഓഫ് പർച്ചേസ്. അപ്പോൾ ഓഡിറ്റർ ഷുഡ് കമ്പയർ ദ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു പർച്ചേസ് വിത്ത് ദാറ്റ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് ടു വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് പർച്ചേസ്. പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹി ഷുഡ് ഗെറ്റ് എ ഷെഡ്യൂൾ ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് വെരിഫൈ ദം വിത്ത് ദ ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട് റിസീവ്ഡ് ഫ്രം creditors. Also check the purchase book and purchase returns book with the help of invoices, credit notes, etc. Also examine the goods inward book to ensure that the goods purchased have been actually received. പിന്നെ ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ സീ ദാറ്റ് ദീസ് സബ്സ്റ്റാൻഷിയേറ്റ് ദ ക്രെഡിറ്റ് ബാലൻസസ്. ദെൻ ഹയർ പർച്ചേസ് ആണെങ്കിൽ ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ദ കണ്ടീഷൻസ് ഓഫ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ആർ പ്രോപ്പർലി കംപ്ലൈഡ് വിത്ത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻട്രീസ് മെയ്ഡ് ഇൻ ദ ബിഗിനിങ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, അതായത് ടു ചെക്ക് ദ എംപ്ലോയീസ് ഹാവ് പാസ്ഡ് എനി ഫിക്റ്റീഷ്യസ് എൻട്രീസ് ഇൻ ദിസ് റിഗാർഡ്. ഇഫ് എനി ഡെറ്റ് ഇസ് ഫൗണ്ട് അൺപെയ്ഡ് ഫോർ എ ലോങ് ടൈം, an enquiry should be made, since it is possible that instead of paying to the creditor the amount might have been misappropriated. അപ്പം മിസ്അപ്രോപ്രിയേഷൻസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കാലമായിട്ട് പേയ്മെൻറ്റ് നടത്താതെ ഇരിക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു എൻക്വയറി നടത്താം. സോ നെക്സ്റ്റ് ഇസ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പം ഇതിലിപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, അങ്ങനെ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എല്ലാം വരും. അപ്പോൾ ഓഡിറ്റർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻ ദ കേസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് ഈ ഷുഡ് ഒബ്റ്റെയിൻ എ സർട്ടിഫിക്കറ്റ് ഫ്രം എ റെസ്പോൺസിബിൾ ഓഫീസർ ഓഫ് ദി കമ്പനി stating that all expenses payable have been brought into account. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പ്രൊവിഷൻ ഫോർ ഓൾ ദ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഹാവ് ബീൻ മെയ്ഡ് ബൈ ചെക്കിംഗ് റെസീപ്റ്റ്സ് ആൻഡ് അതർ വൗച്ചേഴ്സ്, ആൻഡ് ഓൾസോ കമ്പയർ ദ എക്സ്പെൻസസ് ഷോൺ ആസ് അൺപെയ്ഡ് ഡ്യൂറിംഗ് ദ കറൻറ്റ് ഇയർ with those of the last year, and if he finds any difference the same should be enquired into. Then comes provisions. അപ്പോൾ പ്രൊവിഷൻസ് ചെയ്യുന്ന സമയത്ത് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടു മീറ്റ് ഫ്യൂച്ചർ ലയബിലിറ്റീസ് ഓർ ലോസസ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻസീസ്, പ്രൊവിഷൻ ഫോർ ടാക്സ് എക്സെട്ര. അപ്പോൾ ഓഡിറ്റർ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഷുഡ് വെരിഫൈ ദ ബേസിസ് ഫോർ ക്രിയേറ്റിംഗ് പ്രൊവിഷൻ, nature and adequacy of provision, and with the decision of management, and also examine the balance of provision at the beginning, provision written off, additional provision made, and closing provision, and also see that these are made based on prudential norms, judgment of the management in compliance with accounting standards. Then next item, contingent liabilities. Contingent liabilities എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം those liabilities which may or may not become liability on the happening or non happening of an event. അത് ഉറപ്പില്ല ലയബിലിറ്റി ആവോ അല്ലേ ഉള്ളോ എന്നുള്ളത്. അതിന് എക്സാമ്പിൾസ് ആണ് liabilities on bills discounted and not matured, liability under a guarantee given to third party. അതായത് നമ്മൾ ഗ്യാരണ്ടി കൊടുത്ത് അവരടച്ച് ഇതൊക്കെ തീർക്കുകയാണെങ്കിൽ നമുക്കതൊരു ലയബിലിറ്റി ഇല്ല, നേരെ മറിച്ച് അവരടച്ചിട്ടില്ലേ നമ്മളെ ലയബിലിറ്റി ആയി മാറും. അങ്ങനെയുള്ള ലയബിലിറ്റീനെയാണ് നമ്മൾ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ ഈ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയുക ദ ടേംസ് ഓഫ് എഗ്രിമെൻറ്റ് ചെക്ക് ചെയ്യാം, ഗ്യാരണ്ടീസ് ഗിവൺ, റെസ്പോൺസിബിലിറ്റീസ് അണ്ടർടേക്കൺ ഓർ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ടു തേർഡ് പാർട്ടീസ് എക്സെട്ര. അപ്പോൾ ഓഡിറ്റർ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹി ഷുഡ് ഒബ്റ്റെയിൻ എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ മാനേജ്മെൻറ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് all contingent liabilities have been disclosed in the balance sheet, and also see that no actual liabilities are included in the contingent liabilities, and also make sure that contingent liabilities are disclosed in the balance sheet as a footnote in accordance with the requirements of Schedule 6 of Companies Act 1956. അതായത് ബാക്കി എല്ലാ ലയബിലിറ്റീസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കില്ല, ഫുട് നോട്ടായിട്ട് ലാസ്റ്റ് കാണിക്കുള്ളൂ. കാരണം ഇത് ലയബിലിറ്റി ആവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ബിൽസ് പേയബിൾ ആണ്.
അപ്പം ബിൽസ് പേയബിൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ഫസ്റ്റ് വൺ ഈ ഷുഡ് ഒബ്റ്റെയിൻ എ ഷെഡ്യൂൾ ഓഫ് ബിൽസ് പേയബിൾ ആൻഡ് ഇറ്റ്സ് ടോട്ടൽസ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ബിൽസ് പേയബിൾ ബുക്ക് ആൻഡ് ബിൽസ് പേയബിൾ അക്കൗണ്ട്. Bills paid after the balance sheet date should be examined with the entries in the cash book. Auditor should obtain confirmatory statements from the drawers directly with the permission of his client. He should pay special attention to the bills that have been paid between the date of balance sheet and the date of audit. അങ്ങനെ വല്ല പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാം. ഓക്കെ. ദെൻ ഡിസോണേർഡ് ബിൽസ് ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഹി ഷുഡ് എക്സാമിൻ ദ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ടു ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ബിൽസ് വിച്ച് ഹാവ് ബീൻ മെറ്റ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ബട്ട് ബിഫോർ ദ ടൈം ഓഫ് ഓഡിറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എമൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതെങ്ങനെ വെരിഫൈ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഫേം റിസീവ് സം എമൗണ്ട് ഇൻ അഡ്വാൻസ്, അതായത് ദിസ് ഇസ് നോട്ട് റിലേറ്റ്സ് ടു ദ കറൻറ്റ് ഇയർ, ഇറ്റ് റിലേറ്റ്സ് ടു ദി നെക്സ്റ്റ് ഇയർ. സോ ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി. അതുകൊണ്ട് നമ്മൾ ഈ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എവിടെയാണ് കാണിക്കാറ്, ഇറ്റ് ഇസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആൻഡ് ഹി ഷുഡ് വെരിഫൈ വെദർ ഐറ്റംസ് ഓഫ് ഇൻകംസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആർ recorded in the books, and he should get a certified schedule of income received in advance and verify the same, and also ensure that it is fully shown on the liability side of the balance sheet. And two more items, bank overdraft and forfeited shares account. Bank overdraft എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, it is a temporary financial arrangement made by the banker, അതായത് that allows businessman to overdraw his current account. അപ്പോൾ the amount withdrawn in excess of current account balance is called overdraft. അപ്പോൾ auditor shall verify the amount of bank overdraft from the bank passbook and cash book entries, and also verify whether any asset of the company is given as security for the overdraft. പിന്നെ വരുന്നത് ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഓഡിറ്റർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഫോർഫിച്ചർ ഓഫ് ഷെയർസ്, അതിൽ പറയുന്നുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ പ്രൊവിഷൻസ് എന്നുള്ളത് ചെക്ക് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. ആൻഡ് ഓൾസോ ചെക്ക് ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദി ഡയറക്ടേഴ്സ് മീറ്റിംഗ്. ഓക്കെ, താങ്ക് യു.